റഷ്യയിലെ സംഗീത പരിപാടിക്കിടെ സ്ഫോടനം നടത്തിയ പ്രതികളെ കോടതി വിചാരണയ്ക്ക് പോലും കൊടുക്കാതെ റഷ്യ അതിക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്ന വിവരം ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ്. അങ്ങേയറ്റം വസ്തുനിഷ്ഠമായി ഈ വാർത്ത ലോകമാധ്യമങ്ങളിൽ ചിലർ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ച ഹമാസ് ഭീകരരെ പിടികൂടിയപ്പോൾ ഉറഞ്ഞുതുള്ളിയവർ റഷ്യയിൽ നിന്നുള്ള വാർത്തയോട് ക്രിയാത്മകമായി പ്രതികരിക്കാനോ മനുഷ്യാവകാശത്തിന്റെ വായ്ത്താരുകൾ ഉയർത്തി റഷ്യയുടെ നടപടികളെ അപലപിക്കാനോ മെനക്കെട്ടില്ല. ചെവി ഛേദിച്ചും ജനനേന്ദ്രിയത്തിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തും ശരീരത്തിൽ കഠിനമായ പീഡനത്തിന്റെ അടയാളങ്ങളേറ്റ ഭീകരന്മാരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിൽ നിറയുകയാണെങ്കിലും അത് കണ്ടതായി പോലും ലോക നേതാക്കന്മാരോ മാധ്യമങ്ങളോ ഭാവിക്കുന്നില്ല എന്നറിയുമ്പോഴാണ് ഇസ്രായേലിനെതിരെ ഇവർ പുറത്തെടുത്ത ആസൂത്രിതമായ അപലപന കാപട്യം മറനീക്കി പുറത്തുവരുന്നത്. റഷ്യ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഹീനമായ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ യുക്രൈനാണെന്ന് റഷ്യ പറയുമ്പോഴും പിടിയിലായ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രീയമായ മധ്യ ഏഷ്യയിലെ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ താജിക്കിസ്ഥാനിൽ നിന്നുള്ള ഇസ്ലാമിക തീവ്രവാദികളായ സൈദാക്രമി, മുറോദലി, റച്ചബാലിസോഡ, ഷംസുദ്ദീൻ ഫരീദുനി, ദലേർദ് ജോൺ, മിർസോയേവ്, മുഹമ്മദ് സോബിർ, ഫൈസോവ് എന്നിവരെ അങ്ങേയറ്റം ക്രൂരമായ നിലയിലാണ് റഷ്യ പീഡിപ്പിച്ചത്. കാരണമില്ലാതെ തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ആക്രമണം അഴിച്ചുവിട്ട് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ പ്രതിരോധിച്ചത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ അനുസരിച്ചായിരുന്നു. കൃത്യമായ പ്രതിരോധത്തിൽ ഇസ്രായേൽ തടവിലാക്കിയത് ഭീകരന്മാരെന്ന് കരുതുന്നവരെ ആയിരുന്നില്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ട അസൽ ഭീകരന്മാരെ തന്നെയായിരുന്നു. എന്നാൽ അവരെ മാനുഷിക പരിഗണനകൾ കൂടാതെ ഇസ്രായേൽ പട്ടാളം ഉപദ്രവിക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ ന്യായത്തെ ആസൂത്രിതമായി മറച്ചുപിടിച്ചുകൊണ്ട് ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ പ്രതിരോധ നടപടികളെ ക്രൂരതയാക്കി ഉയർത്തിക്കാട്ടി അപലപിക്കുകയാണ് ചെയ്തത്. UN-ൽ പോലും ഇസ്രായേലിനെതിരെ പരസ്യമായ നീക്കങ്ങളാണ് ഉണ്ടായത്. അധികാരകൊതിയന്മാരായ ലോകത്തിലെ ഇടത് ഇസ്ലാമിക രാഷ്ട്രീയ മതസഖ്യങ്ങളാകട്ടെ ഒരു പടി കൂടെ താണ് ഇസ്രായേലിനെ അപലപിക്കുന്നതിനപ്പുറത്ത് തീവ്രവാദികളെ വെള്ളപൂച്ചാനുമാണ് ശ്രമിച്ചത്. ഇപ്പോഴിതാ റഷ്യയിൽ കയറി മോസ്കോയിലെ സംഗീത പരിപാടിക്കിടെ കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കിയ നിന്ദ്യരായ തീവ്രവാദികളിൽ ചിലരെ റഷ്യ പിടികൂടി ക്രൂരമായി പീഡിപ്പിച്ച് അവരുടെ ചെവി മുറിക്കുകയും ജനനേന്ദ്രിയത്തിൽ നേരിട്ട് വൈദ്യുതാഘാതമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ കമാന്നൊരക്ഷരം ഉരിയാടാനില്ലാതെ ലോകരാഷ്ട്രങ്ങൾ ന്യായീകരണ സിദ്ധാന്തക്കാർ മടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ആസൂത്രിതമായ കൂട്ടായ്മയായിരുന്നുവെന്ന കാര്യം ഇതോടെ ശക്തമായി ഉറപ്പിക്കപ്പെടുകയാണ്.